നമസ്കാരം. മുഖവുരകളില്ലാതെ തുടങ്ങാം. ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംവാദ പരിപാടിയാണ് ഫയർ. ചർച്ചയില്ലാത്ത ചാനൽ, വാർത്തയെ കേവല തർക്കമണ്ഡലങ്ങളിൽ കുടുക്കിയിടാത്ത ചാനൽ എന്നെല്ലാമാണ് ന്യൂസ് മലയാളത്തിന്റെ ഇന്നോളമുള്ള ഐഡന്റിറ്റി. വാർത്തയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ സംപ്രേഷണം തുടങ്ങി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ന്യൂസ് മലയാളം 24/7 പ്രിയ പ്രേക്ഷകരുടെ ഒന്നാം തെരഞ്ഞെടുപ്പായി മാറി. പതിറ്റാണ്ടുകളായി മലയാളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ സമയ വാർത്താ ചാനലുകളുടെ ഒന്നാം ലീഗിൽ തന്നെ ന്യൂസ് മലയാളം ഇടം പിടിച്ചതും പ്രൈം ടൈം വാർത്താ സംവാദ പരിപാടികൾ ഇല്ലാതെയാണ് എന്നുള്ളത് ഓർക്കണം. പിന്നെ എങ്ങനെ പൊടുന്നനെ ഒരു അന്തിച്ചർച്ച പൊട്ടി വീഴുന്നു എന്നാണ് ചോദ്യമെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സകല ഇടങ്ങളും സംവാദ വേദികളായി മാറുകയാണ്. ചായ്പുകളും ചായക്കടകളും മുതൽ സകല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ ചർച്ച സ്ട്രീം ചെയ്യുന്നതിന് താഴെയുള്ള ലൈവ് ചാറ്റുകളിൽ വരെ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന സമയമാണിത്. സ്വാഭാവികമായും വാർത്ത തന്നെ സംവാദമാകുന്ന ഒരു കാലം. ന്യൂസ് മലയാളം താൽക്കാലികമായി ഒരു സംവാദവേദി തുറക്കുകയാണ്. ഇത് ശബ്ദമുയർത്തിയുള്ള വാക്കേറ്റങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും ഒന്നും വേദിയൊന്നുമല്ല, മറിച്ച് വാർത്തയിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്കും ഉത്തമ ബോധ്യങ്ങളിലേക്കും എന്ന സുതാര്യമായ വഴിയാണ് ഫയർ പിന്തുടരുന്നത്. ഫയറിൽ പതിവായി 3 അതിഥികൾ ഉണ്ടാവും. ഓരോ അതിഥിക്കും വിഷയത്തെ പ്രാഥമികമായി സമീപിക്കാൻ ആദ്യം 3 മിനിറ്റ് വീതം. ആ സമയം കഴിയുമ്പോൾ ഒരു ബസർ ശബ്ദിക്കും. ആ സമയത്തിനകം ആദ്യ റൗണ്ട് സംസാരം അവസാനിപ്പിക്കണമെന്നാണ് സങ്കല്പം. ഈ സമയം കർശനമായി സ്കെയിൽ ചെയ്ത് അളക്കേണ്ടതൊന്നുമില്ല. ചർച്ചയെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു ചട്ടക്കൂടും ഉപാധിയും ഒക്കെ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ആർക്കും സമയം കിട്ടിയില്ല എന്നുള്ള പരാതി പരമാവധി ഉണ്ടാവരുത്. ബഹുമാന്യരായ അതിഥികൾ പരമാവധി ആ സമയത്തിനുള്ളിൽ വിഷയം അവതരിപ്പിച്ച് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശേഷം 3/4 മണിക്കൂർ നേരം ഈ സംവാദം തുടരും. പ്രേക്ഷകരുടെ അഭിപ്രായം വിവിധ സാമൂഹിക പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തുന്ന വ്യൂവേഴ്സ് വോട്ടായി ഇടയ്ക്കിടെ സ്ക്രീനിൽ തെളിയുകയും ചെയ്യും. ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പാനലിസ്റ്റുകളുടെയോ അവതാരകനായ എൻ്റെ തന്നെയോ അഭിപ്രായം ഏതെങ്കിലും ഒരു പാനലിസ്റ്റിന് എതിരായി വരുന്ന സന്ദർഭം ഉണ്ടായാൽ ആ പാനലിസ്റ്റിന് ആനുപാതികമായ അധിക സമയം ഒരുക്കുന്നത് ജനാധിപത്യപരമായ ഒരു പരിഗണനയായി ഫയർ സംവാദത്തിൽ ഉൾപ്പെടുത്തും. അത് ആ മട്ടിലായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഭിന്നത വ്യക്തികളിലേക്കല്ല, ആശയങ്ങളിലേക്കാകും. ഫയർ ആരെയും ഒന്നിനെയും പൊള്ളിക്കാനുള്ളതല്ല, വാർത്തയുടെ കാണാപ്പുറങ്ങളിൽ വെളിച്ചം കാണിക്കാനാണ്. ന്യൂസ് മലയാളം ഇതുവരെ കാത്തുസൂക്ഷിച്ച വിശ്വാസ്യതയും വാർത്തയോടുള്ള പ്രതിബദ്ധതയും വീണ്ടും ഉറപ്പിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഇനി ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്, അതിനുശേഷം സംവാദത്തിലേക്ക്. കേരളത്തിലെ അതിവേഗ റെയിൽ സ്വപ്നത്തിന് കേന്ദ്രത്തിന്റെ റെഡ് ഫ്ലാഗ്. പദ്ധതി പ്രഖ്യാപിക്കാതെ റെയിൽവേ മന്ത്രി ഇ ശ്രീധരനെ DPRന് ചുമതലപ്പെടുത്തിയോ എന്നതിന് ഉത്തരമില്ല. ആശംസയറിയിച്ച അശ്വിനി വൈഷ്ണവിന്റെ തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ. കേന്ദ്ര ഉത്തരവോ DMRC നിർദ്ദേശമോ ഇല്ലാതെ അതിവേഗ റെയിലിനായി സ്വന്തം നിലയിൽ ഓഫീസ് തുറന്ന് ഇ ശ്രീധരൻ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ BJPയെ തിരിഞ്ഞുകുത്തി പഴയകാല വെല്ലുവിളികൾ. സുരേഷ് ഗോപിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി പരിഹാസവുമായി MM മണിയും DYFIയും. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ച് UDF MPമാർ. കേരളത്തിന് ഒരുപാട് പദ്ധതികൾ ഉണ്ടല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ കാടടച്ചുള്ള വെടി. രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി. इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है. ഇന്ത്യ ചൈന സംഘർഷവേളയിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞെന്ന മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തലിൽ ഇളകിമറിഞ്ഞ് പാർലമെന്റ്. MM നരവനയുടെ പുസ്തകഭാഗം വായിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്ത സ്പീക്കർ. ദേശസുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര പ്രശ്നമെന്ന് രാഹുൽ. സഭാരേഖകളിൽ പുസ്തകഭാഗം വരാതിരിക്കാൻ കടുത്ത പ്രതിരോധം തീർത്ത് കേന്ദ്രമന്ത്രിമാരുടെ നിര. നിശബ്ദനായ കാഴ്ചക്കാരനായി പ്രധാനമന്ത്രി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. രാഷ്ട്രീയ കേസ് പ്രതികളുടെ പരോളിനെ ചൊല്ലി പ്രക്ഷുബ്ധമായ നിയമസഭ. KK രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ ഡയസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു പ്രതിപക്ഷം. ബഹളമുണ്ടാക്കാൻ ആസൂത്രിത നീക്കമെന്ന് സ്പീക്കർ. പ്രതിപക്ഷത്തെ പരിഹസിച്ച് MP രാജേഷ്.
ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? രാഷ്ട്രീയ യുദ്ധത്തിനിടെ പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ 10ാം പ്രതിക്ക് വീണ്ടും പരോൾ. കൊടും കുറ്റവാളികളെ ഇറക്കുന്നത് വി കുഞ്ഞികൃഷ്ണനെ വധിക്കാനാണോ എന്ന് വി ഡി സതീശന്റെ ചോദ്യം. രാജ്യസഭയിൽ മലയാളി എംപിമാർ തമ്മിൽ നാടകീയ രംഗങ്ങൾ. കൃത്രിമക്കാലുകൾ ബെഞ്ചിൽ ഉയർത്തിവെച്ച് സി സദാനന്ദൻ. അസാധാരണ നടപടി. നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യ വിരുദ്ധമെന്ന ജോൺ ബ്രിട്ടാസിന്റെ ആരോപണത്തിന് പിന്നാലെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നവർ 31 വർഷം മുൻപ് തന്നെ ആക്രമിച്ചെന്ന് സദാനന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF. ബേപ്പൂരിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന ന്യൂസ് മലയാളം വാർത്ത ശരിവെച്ച് KPCC പ്രസിഡന്റ്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി വേണം ഉണ്ടാവുമല്ലോ, അത്ര കണക്കാക്കിയാൽ മതി. ഞാനാണെങ്കിൽ ഞാൻ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താ പറയുക, ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച അൻവർ. ജനം തന്നെ ഏറ്റെടുക്കുമെന്ന് അൻവർ ന്യൂസ് മലയാളത്തോട്. തൃക്കാക്കര MLA ഉമാ തോമസിനെതിരെ കോൺഗ്രസ് പട. വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് AICCയോട് പ്രാദേശിക നേതാക്കൾ. തൃശൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. TN പ്രതാപൻ മണലൂരിൽ മത്സരിച്ചേക്കും. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കുന്നംകുളത്ത് സോയ ജോസഫ്, 2 സീറ്റിൽ കണ്ടുവച്ച് CK ജാനു. മാനന്തവാടിയും ബാലുശ്ശേരിയും തരണമെന്ന ആവശ്യം. 2020 ഡൽഹി കലാപക്കേസിൽ പോലീസിന് കനത്ത തിരിച്ചടി. ന്യൂ ഉസ്മാൻപൂർ മസ്ജിദിന് സമീപത്തെ തീവെപ്പിൽ 6 പ്രതികളെ വെറുതെ വിട്ടു. പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കിയെന്ന് ഗുരുതര കണ്ടെത്തൽ. വ്യാജ കുറ്റപത്രം സമർപ്പിച്ചെന്ന് വിമർശനം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നിർദ്ദേശം. അമേരിക്കയുമായി സമവായത്തിന് തയ്യാറാണെന്ന സൂചന നൽകി ഇറാൻ. ചർച്ചയുടെ ചട്ടക്കൂട് എന്താണെന്ന് ആരാഞ്ഞ് വിദേശകാര്യ വക്താവ്. ഓരോ ഘട്ടവും സൂക്ഷ്മമായി പരിശോധിക്കുന്നുവെന്നും ബഖേയി. തുർക്കിയിലെ അങ്കാറയിൽ ഇറാൻ US ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ട്. ഇറാഖ് അതിർത്തിയിൽ സൈനിക അഭ്യാസത്തിനൊരുങ്ങി ഇറാൻ. കായിക മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. കേരളത്തിൽ സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതം. നമ്മൾ അതിൻ്റെ ലീഡിങ് റോൾ എടുക്കുന്ന ആൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുത്താൽ മാത്രമേ ബാക്കിയുള്ള സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആവത്തുള്ളൂ. നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് കേരള സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുന്നിൽ നിന്ന് നയിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിലേ സിസ്റ്റം നന്നാവൂ എന്നും വിമർശനം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കേരളത്തെ പരിപൂർണമായി നിരാശപ്പെടുത്തിയ, സമ്പൂർണ്ണമായി തഴഞ്ഞ യൂണിയൻ ബജറ്റിന് ശേഷവും ചിലരൊക്കെ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും വേഗ റെയിൽ വരും. ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല എന്നത് കണക്കാക്കേണ്ട. ബജറ്റിന് പുറത്ത് വേഗ റെയിൽ പാത അതിവേഗം വരും. ഇന്നിപ്പോൾ അക്കാര്യത്തിലും തീരുമാനമായി. കേരളത്തിന്റെ അതിവേഗ മോഹങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ റെഡ് ഫ്ലാഗ് വീശിയിരിക്കുന്നു. കേരളത്തിന് വേഗ റെയിൽ ഇടനാഴിയിൽ സ്ഥാനമില്ല, വേഗ റെയിൽ പദ്ധതിയുമില്ല, എയിംസ് ഇല്ല, വിഴിഞ്ഞത്തിന് സഹായമില്ല, ശബരി പാതയില്ല, പ്രത്യേക സാമ്പത്തിക പാക്കേജില്ല, തിരുവനന്തപുരം നഗരത്തിന് പ്രതീക്ഷിച്ച പാക്കേജുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ആമമുട്ട പരിപാലനവും ധാതു ഇടനാഴിയും മാത്രമായിരുന്നു. ഇന്നും നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷയിലേക്ക് എത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ NDAക്ക് ഭരണം കൊടുക്കണം എന്ന് തീർത്തു പറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനി എന്തെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിച്ചാലും വലിയ സ്വപ്നങ്ങൾ കാണാൻ കേരളത്തിന് പാങ്ങുണ്ടോ? ഇതുവരെ തന്നതിൻ്റെ എല്ലാം കണക്കുണ്ടോ എന്നെല്ലാം അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. ഇതിനിടെ ഇന്ന് പൊന്നാനിയിൽ ഒരു തമാശയും കണ്ടു. കേന്ദ്രം ഇല്ലെന്നുറപ്പിക്കുന്ന ഒരു വൻ പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ E ശ്രീധരൻ സ്വന്തം നിലയിൽ ഓഫീസ് തുറന്നിരിക്കുന്നു. ഈ വൈകുന്നേരം ഫയർ ചർച്ചയ്ക്ക് വയ്ക്കുന്നു. കേരളത്തിന് കിട്ടിയത് ആമയോ അതോ ആനയോ? കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കിട്ടിയത് ആനയോ ആമയോ എന്ന ചോദ്യം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ പ്രേക്ഷകരോടും ചോദിച്ചിരുന്നു. വിവിധ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ജനങ്ങൾ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന് കിട്ടിയത് ആമയെ മാത്രം എന്ന് പറഞ്ഞവർ 78%, എതിർത്തവർ 14%.
അഭിപ്രായമില്ല എന്ന് രേഖപ്പെടുത്തിയവർ 8%. ന്യൂസ് മലയാളത്തിൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഈ പോൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ചർച്ചയുടെ ഇടവേളകളിൽ അതത് സമയത്തെ പ്രേക്ഷക അഭിപ്രായത്തിൻ്റെ നിലയും നമ്മൾ പറഞ്ഞു പോകും. ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായി നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ MLA, KPCC വൈസ് പ്രസിഡന്റ് M ലിജു, BJP സംസ്ഥാന വക്താവും കിസാൻ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമായ S ജയസൂര്യൻ എന്നിവരാണ്. തീർച്ചയായും ഇന്ന് ഈ ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുക S ജയസൂര്യനിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ജയസൂര്യനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് കരുതുന്നത്. ജയസൂര്യൻ 3 മിനിറ്റ് താങ്കൾക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകാനുള്ള സമയമുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയുള്ളൂ. ഇതിൻ്റെ പ്രശ്നം ഇന്നിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നത് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് കേരളത്തിൽ വരുന്നോ അന്ന് മാത്രമായിരിക്കും കേരളത്തിന് വികസനം എന്നാണ്. എന്ത് വിചിത്രമായ ഒരു നിലപാടാണത്. ഒരു സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെയൊക്കെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത് തിരിച്ചടിയല്ലേ ഉണ്ടാക്കുക? BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനെ അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിബന്ധന സംസ്ഥാന അധ്യക്ഷനൊന്നും മുന്നോട്ട് വച്ചിട്ടില്ല. മറ്റൊരു കാര്യം പ്രധാനമായും നമ്മൾ അറിയേണ്ടത്, ഈ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റ് പൂർണ്ണമായി ആരും വായിക്കുന്നതിന് മുൻപ് തന്നെ ചർച്ച നടത്തി തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയും അതുപോലെ തന്നെയാണ് മീഡിയയുടെ ശൈലിയും. യഥാർത്ഥത്തിൽ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന് എന്തെല്ലാം തന്നു എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. വർഷങ്ങളായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില ടെംപ്ലേറ്റുകളുടെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് വന്നാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ചാനലിലാണെങ്കിൽ ആ നിമിഷം പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്രം കേരളത്തെ അവഗണിച്ചു, കേരളത്തെ തഴഞ്ഞു എന്ന്. അതിനെന്തെങ്കിലും 1-2 പോയിന്റുകൾ ഇപ്പോൾ ഈ ആമയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ എടുത്ത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, കേരളത്തിന് കിട്ടിയത് ആമയല്ല, ആനയുമല്ല, ആനകൾ തന്നെയാണ്. അത്രമാത്രം പദ്ധതികളാണ് കേരളത്തിന് വേണ്ടി, അതുപോലെ തന്നെ അത്രമാത്രം പണമാണ് കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാരുകളും ഒരു കാലത്തും തരാത്തതിനേക്കാൾ കൂടുതലാണ്. പിന്നെ 1-2 പദ്ധതികൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ ഉയർത്തി കാണിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ വിഷയം അവതരിപ്പിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് BJP ഗവൺമെൻറ്റാണ്, കോൺഗ്രസ് ഗവൺമെൻറ് അല്ല. കോൺഗ്രസ് ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും വികസനത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ്. BJP ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ വികസന പദ്ധതികൾ 365 ദിവസവും നടപ്പാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ്, ബജറ്റിൽ മാത്രമല്ല പ്രഖ്യാപിക്കുക എന്നുള്ളത്. മലയാളികൾക്കറിയാം, 3 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ വന്നു. ഒന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ല. അതിനുശേഷം ഈ ബജറ്റ് വരുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമൃത ഭാരതിൻ്റെ 3 ട്രെയിനുകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ല. അപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച് ആ രീതിയിൽ രാഷ്ട്രീയം ഈ ബജറ്റിലേക്ക് കൊണ്ടുവരുന്ന ശൈലി BJPക്കില്ല. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഇനി റെയിൽവേയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കാലത്ത് അനുവദിച്ചിരുന്നത് 10 കൊല്ലം 372 കോടിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷം മാത്രം, കഴിഞ്ഞ 10 വർഷം കേരളത്തിന് അനുവദിച്ചത് അതിൻ്റെ 10 ഇരട്ടിയാണ്. കോൺഗ്രസ് കാലഘട്ടത്തിൽ അനുവദിച്ചതിനേക്കാൾ 10 ഇരട്ടിയാണ്. 3795 കോടി രൂപയാണ് റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തിൽ അനുവദിച്ചത്. ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് പറഞ്ഞല്ലോ വ്യക്തമായിട്ട്, ശബരിമല അങ്കമാലി പാതയ്ക്ക് വേണ്ടി പണം നീക്കിവെച്ചിട്ടുണ്ട്. ഗുരുവായൂർ തിരുനാവായ പാതയ്ക്ക് വേണ്ടി പണം നീക്കിവെച്ചിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം 1795 കോടി രൂപയുണ്ട്. ബഡ്ജറ്റ് വായിച്ചു നോക്കാതെ, ബഡ്ജറ്റിനകത്തേക്ക് കടന്നു പോകാതെ നമ്മളെ അവഗണിച്ചു എന്ന് മുൻകൂട്ടി പ്രചരിപ്പിക്കുന്ന ശൈലി കേരളത്തിലെ മീഡിയയും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് റെയിൽവേ മന്ത്രിക്ക് മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. പിന്നെ അതിവേഗ റെയിൽ പാതയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കേരളത്തിൽ റെയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് അതിവേഗ റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റ് നിർദ്ദേശങ്ങളുണ്ടായി. ഈ റെയിൽ പിൻവലിച്ചത് എപ്പോഴാണ്? കൃത്യം 1 ദിവസം മുൻപാണ്. അപ്പോൾ അതുവരെ റെയിൽ പരിഗണനയിലുണ്ട്. അതിനുശേഷം RRTS മുന്നോട്ട് വന്നു.
അതിൽ കേരളവും കേന്ദ്രവും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ പരിഗണനയിൽ നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാമെന്നാണ് ശ്രീ ജയസൂര്യൻ തോന്നുന്നത്. ശൈലജ ടീച്ചറിലേക്ക് കൂടെയാണ്. ടീച്ചർ, ഇതിപ്പോൾ കേരളത്തിലെ ഇപ്പോൾ പത്രങ്ങൾ, മാധ്യമങ്ങളാണ് ഈ കുഴപ്പം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാണ് ജയസൂര്യൻ പറഞ്ഞത്. അതിപ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഈ പത്രങ്ങളെ മുഴുവൻ കേരളത്തിൽ നിന്ന് പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം, ഇവരാണ് കുഴപ്പം കാണിക്കുന്നത്. പ്രത്യേകിച്ച് മലയാള മനോരമയുടെ തലക്കെട്ടല്ല, 1-ാം പേജിലെ തലക്കെട്ട് എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം രോഷാകുലനാവുന്നത്. ആ നിലയ്ക്ക് മാധ്യമങ്ങളുടെ ഒരു തോന്നലും മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന ഇവിടെയുള്ള LDFും UDFും നടപ്പാക്കാൻ ശ്രമിക്കുന്ന പ്രൊപ്പഗാൻഡയും ഒക്കെയായി മാത്രം ഇതിനെ വിലയിരുത്തി പോകണോ? മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെല്ലാം മാധ്യമങ്ങളെ ചിലപ്പോൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ലേശം ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളെല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, BJPയുടെ ഭരണം തുടരുകയാണെങ്കിൽ ചിലപ്പോൾ പത്രസ്വാതന്ത്ര്യവും അതുപോലുള്ള ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെടുമെന്ന്. അതിരിക്കട്ടെ, കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റം വേണം കേരളത്തിന് എന്തെങ്കിലും അതിനകത്തുണ്ടെന്ന് പറയാൻ. പണ്ടെന്നോ ചെയ്തിട്ടുള്ള റെയിൽവേ വികസന പദ്ധതിയുടെ എല്ലാം ആകത്തുക എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി വേണ്ടി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണക്കുകളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ കണക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത്, തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു സർവേ നടത്തിയല്ലോ, 86% ആളുകൾ, 8% ആളുകൾ പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവർക്ക് പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ BJPക്ക് വേണ്ടിയൊക്കെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാവാം ഉള്ളിൽ. പക്ഷേ അവർക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത വിധം ഒരു സംസ്ഥാനത്തോട് ഇത്ര വലിയ അവഹേളനം കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നു. ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല, മലയാളികൾ ഒന്നടങ്കം അതിശക്തമായി പ്രതിഷേധിക്കണം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഇപ്പോഴും ഫെഡറൽ ഭരണഘടനയാണ്. ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായി നിഷേധിക്കാനുള്ള അവകാശമൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. എന്താ പറഞ്ഞത്? ഇവിടെ ഇരട്ട എഞ്ചിൻ ഗവൺമെൻറ് വന്നാൽ ഇവിടെ വാരിക്കോരി തരുമെന്നോ? അങ്ങനെയാണോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പറയേണ്ടത്? ഓരോ സംസ്ഥാനത്തിനും അർഹതപ്പെട്ടത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേന്ദ്ര ഗവൺമെൻറ്. തിരുവനന്തപുരത്ത് എന്തായിരുന്നു പ്രതീക്ഷയും പ്രതിജ്ഞയും? അവിടെ BJPയുടെ കൗൺസിൽ വന്നതുകൊണ്ട് ഇനി തിരുവനന്തപുരം നഗരം എന്തോ സ്വർഗ്ഗമായി മാറാൻ പോകുന്നു എന്നാണ്. ബഡ്ജറ്റിലല്ലേ അത്തരം കാര്യങ്ങൾ പറയേണ്ടത്? ബഡ്ജറ്റിൽ പരാമർശമുണ്ടോ? വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ സ്വകാര്യവൽക്കരണം നടത്തി സ്വകാര്യ മുതലാളിമാർക്ക് ഇതെല്ലാം വിട്ടുകൊടുക്കാനുള്ള ഉദ്ദേശമാണ് മനസ്സിലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ ബഡ്ജറ്റിലേക്ക് വരൂ, എന്താ കേരളത്തിന് തന്നിട്ടുള്ളത്? നമ്മൾ വളരെ പാടുപെട്ട് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റും വളരെ നിശ്ചിതമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ കിട്ടിയ പണം വിനിയോഗിച്ചത് കൊണ്ടല്ലേ കേരളത്തിന് ഈ പുരോഗതി ഉണ്ടായത്? ഏതെങ്കിലും കാലത്ത് കേരളത്തിന് വാരിക്കോരി കിട്ടിയിട്ടുണ്ടോ? നമുക്ക് പദ്ധതി വിഹിതവും ടാക്സ് ഷെയറും കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? കേന്ദ്രം ദാനം തരുന്നതെന്നാ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 47-ൽ 50ഓടുകൂടി ഭരണഘടനയായി, 56-ൽ റിപ്പബ്ലിക്കായി. രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഡെമോക്രസിയിലേക്ക് നീങ്ങിയത്. വേറിട്ട് പോകൽ ഒഴിവാക്കണം. നമുക്ക് ഓരോ രാജ്യമായിട്ട് പോകാൻ പറ്റില്ല. അതിനെയെല്ലാം ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളായി രൂപപ്പെടുത്തിയപ്പോൾ ഈ സ്റ്റേറ്റുകളുടെ യൂണിയനാണ് കേന്ദ്രം. നികുതി ഈ സ്റ്റേറ്റുകളിൽ നിന്ന് ജനങ്ങളുടെ നികുതി കേന്ദ്രത്തിലേക്ക് പോയാൽ അതിൻ്റെ ടാക്സ് ഷെയർ തിരിച്ചു തരണം. പദ്ധതി വിഹിതം രാജ്യമുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ, അതിൽ കേരളമടക്കം ഉണ്ടാക്കി കൊടുക്കുന്ന നാണ്യവിളകളൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന സമ്പത്തടക്കമുണ്ട്. ആ സമ്പത്തിൽ നിന്ന് സംസ്ഥാനം ഭരിക്കാനുള്ള വിഹിതം തരണം. എത്ര തരണം? നികുതി വിഹിതം 70% തിരിച്ചു തരണം. എന്നാലേ സംസ്ഥാനങ്ങൾക്ക് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കൂ. പക്ഷേ 50% പോലും തരുന്നില്ല. 30% പറഞ്ഞിട്ടിപ്പോൾ കിട്ടുന്നത് 25%. പദ്ധതി വിഹിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം പലപ്പോഴായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളായി കുറേ മാറ്റി വെച്ചിട്ട് 60-40 എന്ന് പറഞ്ഞ് മാറ്റി. കുറച്ച് വിഹിതം കേരളം എടുക്കണം അല്ലെങ്കിൽ സംസ്ഥാനം എടുക്കണം എന്ന് പറഞ്ഞു. വഞ്ചനയായിരുന്നു അത്. കേന്ദ്രം തരേണ്ടുന്ന മുഴുവൻ കാശും അത് ഔദാര്യമല്ല, സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണമാണ്. അത് തരുന്നതിന് പകരം മിഷൻ മോഡിൽ ചില കാര്യങ്ങൾ മാറ്റി. അതിൻ്റെ വിഹിതം കിട്ടിയിട്ടുണ്ടോ? 25% എങ്കിലും ആക്കൂ നിങ്ങൾ. 75% കേന്ദ്രം തരൂ, 25% ഈ കിട്ടുന്ന നികുതി വിഹിതത്തിൽ നിന്നും പദ്ധതി വിഹിതത്തിൽ നിന്നും ഞങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കാം എന്ന് സംസ്ഥാനം പറഞ്ഞു. കേട്ടോ? അതിവേഗ റെയിലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. കേരളയിൽ എന്താ കുഴപ്പം? ആ പേര് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തർക്കിച്ചിട്ടില്ലല്ലോ. അതിവേഗ റെയിൽ നിങ്ങൾ പേരിട്ടാലും അതിവേഗത്തിലുള്ള റെയിൽ പാത കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. ഞങ്ങൾ അതിനും തയ്യാറായിട്ടില്ലേ? ഇതിനകത്ത് ബഡ്ജറ്റിൽ പറഞ്ഞോ
ഒന്നും ബഡ്ജറ്റിന് പ്രഖ്യാപിച്ചിട്ടില്ല. കുറേ ആമമുട്ടകൾ സംരക്ഷിക്കും, ഞാനതിനെ പരിഹസിക്കുകയല്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കടലാമകളുടെ പ്രജനനം അത് മാത്രം നടത്തിയ പരിഹസിച്ചില്ലെങ്കിൽ കൂടി ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണോ അത് എന്ന സംശയം തീരദേശ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി വരാം. ഇനിയിപ്പോൾ ലിജുവിലേക്ക് കൂടി പോയിട്ട് വരാം. ടീച്ചർ ലിജു, ഈ ഏറ്റവും പ്രധാനമായും ഇന്ന് വന്ന ഒരു കാര്യം, UPA സർക്കാരിൻ്റെ കാലത്ത് ആ 10 വർഷം കൊണ്ട് ചെയ്തത് ഒറ്റ വർഷം കൊണ്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ NDA സർക്കാർ എന്നതാണ്. അതിൻ്റെക്കാൾ എത്രയോ ഇരട്ടിയാണ് സംസ്ഥാനത്തിന് അനുവദിച്ച റെയിൽവേ വികസനത്തിൻ്റെ വിഹിതം എന്നുള്ളതാണ് ഇന്നിപ്പോൾ അശ്വനി വൈഷ്ണവ് പറഞ്ഞത്. പ്രധാനമായും ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ശ്രീധരനോട് അവിടെ ഒരു DPR തയ്യാറാക്കാനൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് റെയിൽവേ മന്ത്രാലയം എന്ന് തന്നെ പറഞ്ഞപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇന്നലെ അത് വന്നില്ല. പക്ഷേ ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വൈകിട്ട് അശ്വനി വൈഷ്ണവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞു. ആ വാർത്താ സമ്മേളനത്തിൽ നമ്മളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നു. പക്ഷേ വന്നപ്പോൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. ഈ ശ്രീധരൻ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഒരു ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഒരു സമ്പദ് വ്യവസ്ഥ എന്നത് നിശ്ചലമല്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 1991 കോൺഗ്രസ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച അത് വളരെയധികം ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ നമുക്ക് സ്ഥാനം നൽകിയ ഒന്നാണ്. 2014 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഭരിച്ച 2 UPA സർക്കാരുകളുടെ കാലഘട്ടത്തിൽ തന്നെ വലിയ സാമ്പത്തികമായ വലിയ മുന്നേറ്റമുണ്ടായി. പ്രത്യേകിച്ച് രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം 2008 ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ആ ഒരു ട്രാക്കിലാണ് പിന്നീട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ UPA ഇതിപ്പോൾ BJP സർക്കാരിൻ്റെ 3ാം ഗവൺമെൻറ്റാണ്. 2 തുടർച്ചയായ ഗവൺമെൻറ്റുകൾക്ക് ശേഷം അടുത്ത 3ാമത്തെ സർക്കാരിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോഴും ആ ഒരു കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ആണോ ഇന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ്? അന്നത്തെ പണത്തിൻ്റെ വാല്യമാണോ ഇന്നത്തെ പണത്തിൻ്റെ വില? അന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമാണോ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം? ഇന്നിപ്പോൾ ഡോളറിന് 84 രൂപയോളാണ് നിലവിൽ ഇന്ത്യൻ രൂപയുടെ വില. അപ്പോൾ അതനുസരിച്ച് ഇത്തരമൊരു താരതമ്യം പറഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ അശ്വിനി വൈഷ്ണവ് കേരളത്തെ കളിയാക്കിയതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള സർക്കാർ 29 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെച്ചു. അതിൽ എത്ര എണ്ണത്തിന് അംഗീകാരം കൊടുത്തു? BJP വക്താക്കൾ മറുപടി പറയേണ്ട കാര്യങ്ങൾ അതാണ്. കേരളത്തിൻ്റെ ഡിമാൻഡ് എന്താണ്? നിങ്ങൾ അംഗീകരിച്ച കാര്യം എന്താണ്? ഇവിടെ ഇപ്പോൾ ആകെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാതു ഇടനാഴിയുടെ കാര്യമാണ്. അത് തന്നെ കേരളത്തിൻ്റെ ഒരു ഭീഷണി, ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ലാതെ കേരളം പോലെ ഒരു തീരദേശത്ത് കടൽ മണൽ ഖനനം ഇവരാദ്യം നടത്താൻ തീരുമാനിച്ചു. അത് ശക്തമായ പ്രതിഷേധം ആ വിഷയത്തിലുണ്ടായി. ഇപ്പോൾ ധാതു ഖനനത്തിനുള്ളൊരവസരം അത് സ്വകാര്യ മേഖലയിലാണോ പിന്നെ പൊതുമേഖലയിലാണെന്ന് പോലും ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ കേരളത്തെ ധാതു മണൽ ഖനനത്തിലുള്ളൊരു എൻട്രി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തുറന്നു വെച്ചു. അതല്ലാതെ അതൊരിക്കലും വലിയ പഠനങ്ങൾ ആവശ്യമുള്ള ഒരു നമ്മുടെ സംസ്ഥാനത്ത് വലിയ തരത്തിലൊരു ഡിബേറ്റ് ആവശ്യമുള്ളൊരു വിഷയമാണിത്. ഒരു തരത്തിലും ഏകപക്ഷീയമായി അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് മാത്രം എടുത്ത് ബാക്കി ഒരു കാര്യവും അംഗീകരിക്കാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ നമുക്ക് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ ഇരട്ടിക്കൽ പദ്ധതികൾ അന്ന് നിരവധി എണ്ണമുണ്ടായി. ഇവിടെ എഴിമലയിലെ നാവിക അക്കാദമി ഉണ്ടായത് അങ്ങനെയാണ്. ബ്രഹ്മോസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് ബന്ധപ്പെട്ട വികസനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അന്നത്തെ ബജറ്റിൻ്റെ ഇത്ര ശതമാനമാണ് പലപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഫിനാൻസ് കമ്മീഷൻ ആ കാലഘട്ടത്തിൽ നിന്നിട്ടുള്ള പണത്തിൻ്റെ നിരക്കും നമുക്കറിയാം. ഇപ്പോൾ 2.72 ആയിട്ട് വളരെയധികം 2.38 ആണ് ഇപ്പോൾ ഉയർത്തിയിരുന്നത്. പക്ഷേ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഫിനാൻസ് കമ്മീഷൻ തന്നിരുന്ന ശതമാനം തന്നെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഗവൺമെൻറ് കേരളം ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും തരാൻ BJP സർക്കാർ തയ്യാറായിട്ടില്ല. ജനറലായി രാജ്യത്തൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട മിനിമം കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. കേരളം മുന്നോട്ട് വെച്ച ഒരാവശ്യങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല.
മാത്രമല്ല ക്രൂരമായ മറുപടി. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനമൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് പുള്ളി പറയുന്നതെന്ന് അല്പം എന്താണ് ഒരു ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്തുള്ളൊരു ഭാഷ ധാർഷ്ട്യത്തിൻ്റെതാണ്. ഇവിടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നെങ്കിൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും കിട്ടിയുള്ളൂ. ഇത് ഇവരുടെ കുടുംബത്തിൽ തരുന്നതാണോ? ഈ രാജ്യത്ത് ഫെഡറൽ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നികുതി ഭരിക്കുമ്പോൾ കേന്ദ്രം നേരിട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നികുതി പിരിച്ചെടുത്ത് കേന്ദ്ര എക്സ്ചക്കറിലേക്ക് വരുമ്പോൾ റീസണബിളായി സംസ്ഥാനങ്ങൾക്ക് വികസന നേട്ടങ്ങൾ കൊടുക്കുകയെന്നും വികസന വിഹിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാപരമായ അവകാശമാണ്. അതല്ലാതെ ഒരു BJP-കാരൻ്റെ ഔദാര്യമല്ല. ആരാ ഈ രാജീവ് ചന്ദ്രശേഖർ? ഇത്ര ധാർഷ്ട്യത്തോടെ സംസാരിക്കാൻ എങ്ങനെയാണ് ഇയാൾക്ക് ധൈര്യം ലഭിക്കുന്നത്? യഥാർത്ഥത്തിൽ കേരള സമൂഹം അത്രത്തോളം പ്രതികരണശേഷി ഇല്ലാത്തവരാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹം കർണാടകത്തിലെയൊക്കെ രീതി വെച്ചായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഈ ഒരു വെല്ലുവിളി വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജയസൂര്യനിലേക്ക്. ജയസൂര്യൻ ഈ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നുകൂടി ഈ പ്രശ്നത്തെ വഷളാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണങ്ങളാണോ എന്ന സംശയം തന്നെയുണ്ട്. കാരണം അദ്ദേഹം അടക്കം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം ഈ തലസ്ഥാന നഗരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവരും. കാരണം ഒരു മേയർ സ്ഥാനം കിട്ടിയിരിക്കുകയാണ്, ഒരു നഗരത്തിൻ്റെ ഭരണം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായും അത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നടന്നില്ല. അദ്ദേഹത്തിന് ആ നിരാശ കാണും. അതിനുശേഷം ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ കുറേയേറെ കാര്യങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ എല്ലാ BJP-കാർക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും ഒരു സംശയമില്ല. കാരണം എല്ലാ BJP-കാരും ഒരുമിച്ചവിടെ അണിനിരന്നിരുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ ആവേശവും ആഘോഷവും ഒക്കെ പിന്നീട് പകർത്താനായി ഞങ്ങളും എല്ലാവരും അവിടെ അണിനിരന്നിരുന്നു. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം ലിജു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് എന്താണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം എന്നത് പറയേണ്ടത് ആരാണ്? അത് സംസ്ഥാനം. കേരളത്തിൻ്റെ 1%, 1%, 1.5%, 1.5% വരുന്ന ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്നത് മനുഷ്യരാണല്ലോ. നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരിഗണന, ഈ 29 ആവശ്യങ്ങളിൽ എന്തെങ്കിലും ഒരു പരിഗണന അത് കേന്ദ്ര സർക്കാർ കാണിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല? ഒരു യൂണിയൻ ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ഈ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത BJP-ക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ താങ്കളുടെ അവസരത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ പ്രശ്നമാണ് സംസ്ഥാനത്തിൻ്റെ. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ സംസ്ഥാനത്തിന് പല ആവശ്യങ്ങളും അഭ്യർത്ഥനകളുമുണ്ട്. തീർച്ചയായും സമ്പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട വിഷയമാണത്. കാരണം ആ വിഷയത്തിൽ കേന്ദ്ര നിയമമാണ് തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ. അപ്പോൾ ആരാണ് ആ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുകയോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയോ പകരം സംവിധാനങ്ങൾ പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. ഒരു പ്രഖ്യാപനവും അത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത ബജറ്റായി പോയി അത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ താല്പര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ? സംസ്ഥാനങ്ങളുടെ താല്പര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതല്ല, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നുള്ള മറുചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ വെറുതെ ചോദിക്കുകയല്ല, ആധികാരികമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച അവസാനത്തെ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. വനം വന്യജീവി മേഖലയിൽ വന്യജീവി സംരക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ വന്യജീവികൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും 77 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ തവണ അത് കിട്ടിയപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ? 2 ജീപ്പ് മേടിച്ചു, ബാക്കി തുക ലാപ്സാക്കി കളഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈ 77 കോടി രൂപ നിരന്തരമായി ലാപ്സാക്കുകയും വകമാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായി ആകെ 200 കോടി രൂപ, CAG കണ്ടുപിടിച്ച കണക്കാണ്, ഞാൻ പറയുന്ന കണക്കല്ല, 200 കോടി രൂപയാണ് കേന്ദ്രം തന്നിട്ടും കേരളം ഉപയോഗിക്കാതെ പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 5ാമത്തെ വർഷം കിട്ടേണ്ട 500 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇവിടെ 5 വർഷക്കാലം കിട്ടിയ തുക ലാപ്സാക്കി കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് 5ാം വർഷം കിട്ടേണ്ട 500 കോടി രൂപയുടെ പ്രോജക്റ്റും ലാപ്സാക്കി കളഞ്ഞ സർക്കാരാണ് കേരള സർക്കാർ. കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ കേന്ദ്രം തന്നിട്ടും കേരളം ഉപയോഗിക്കാതെ കളഞ്ഞ തുക 16,000 കോടി രൂപയാണ്. ഇത് CAG-യുടെ കണക്കാണ്. എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ ഒതുക്കി നിന്നുകൊണ്ട് വളരെ ചുരുക്കി വളരെ വേഗത്തിൽ പറയാം. അതായത് ഗ്രാമവികസനത്തിന് നബാർഡിന് കൊടുത്തത് 685 കോടി രൂപ ലാപ്സാക്കി. ലൈഫ് മിഷൻ വീട് പദ്ധതിക്ക് വേണ്ടി കൊടുത്തതിൽ 542 കോടി രൂപ ലാപ്സാക്കി. ജൽജീവൻ മിഷന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തതിൽ 4,874 കോടി രൂപ ഉപയോഗിച്ചില്ല.
അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ 2860 കോടി രൂപ കൊടുത്തു. ആ മുഴുവൻ തുകയും ലാപ്സാക്കി, ഒരു പൈസ പോലും ഏറ്റെടുത്തില്ല. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ആശുപത്രിയുടെ നെയിം ബോർഡിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയമാണ്, ഞങ്ങൾക്കതിൻ്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞ് 5000 കോടി രൂപ 3 വർഷം കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ പാഴാക്കി. എന്നിട്ട് 4ാം വർഷമായപ്പോൾ അതേ ഹിന്ദു വർഗീയ വാക്ക് എന്ന് അവർ പറഞ്ഞ ആ ആരോഗ്യ മന്ദിർ എന്ന് എഴുതി വെച്ചിട്ട് കാശ് മേടിക്കാനും തയ്യാറായി. എന്നാൽ പിന്നെ ഇത് നേരത്തെ തോന്നിയ പോരായിരുന്നോ ഈ ബുദ്ധി? അത് ചെയ്തില്ല. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക്, ത്രിതല ഗ്രാമപഞ്ചായത്തുകൾക്ക് കേന്ദ്രം കൊടുത്ത 2026 കോടി രൂപ ലാപ്സാക്കി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആരോഗ്യ മേഖലയിൽ കൊടുത്ത 160 കോടി രൂപ ലാപ്സാക്കി. മത്സ്യസമ്പദ യോജന കേരളത്തിൽ കിട്ടാമായിരുന്നത് 1358 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രം കൊടുത്തിട്ട് അതിൽ 344 കോടി രൂപ മാത്രമാണ് കേരളം വാങ്ങി ഉപയോഗിച്ചത്. 1014 കോടി രൂപ അവിടെയും നഷ്ടപ്പെടുത്തി. അങ്ങനെ CAG റിപ്പോർട്ട് പ്രകാരം തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് കേരള ഗവൺമെൻറ് കിട്ടിയിട്ട് ലാപ്സാക്കി കളഞ്ഞത്, ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞത് 16,000 കോടി രൂപയാണ്. അതായത് കൃത്യസമയത്ത് ആവശ്യപ്പെടാത്തത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് 260 കോടി രൂപയാണ്. അപ്പോൾ കേന്ദ്രം എത്ര വാരി കോരി കൊടുത്താലും ഇത് വാങ്ങിക്കാൻ തയ്യാറില്ലാത്ത ഒരു ഗവൺമെന്റ് പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾ ഇവിടെ നടപ്പാക്കുകയില്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്നാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയുന്നത് മന്ദിർ ഹിന്ദു വർഗീയമാണെന്ന് പറഞ്ഞ് 5000 കോടി കളഞ്ഞ ഒരു സർക്കാർ എന്നിട്ട് അവസാനം അത് വേണമെന്ന് പറയുമ്പോൾ എന്തെല്ലാം മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഒരൊറ്റ കാര്യം പറയാം, കേരളത്തിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 20 ലക്ഷം പേരുണ്ട്. അവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞു. 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനത്തിലും അത് വാങ്ങിച്ചു. കേരളം പറഞ്ഞു അത് ഞങ്ങൾക്ക് വേണ്ട. എന്താ സംഭവിച്ചത്? 20 ലക്ഷം പേർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപ്പെടുകയാണ്. അതായത് വേറെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഈ ഇൻഷുറൻസ് കിട്ടും, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ഈ ഇൻഷുറൻസ് കിട്ടും, എന്തെല്ലാം ആനുകൂല്യങ്ങൾ മറ്റുള്ളത് കൈപ്പറ്റിയാലും ഈ ഇൻഷുറൻസ് കിട്ടും. ഒരു കുടുംബത്തിൽ 70 വയസ്സിന് മുകളിൽ എത്ര പേർക്കുണ്ടെങ്കിലും അവർക്കൊക്കെ 5 ലക്ഷം രൂപ കിട്ടും. ആ പദ്ധതി കേരളത്തിൽ വേണ്ട. അത് നടപ്പാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. നിങ്ങളൊന്ന് സിമ്പിളായിട്ട് കൂട്ടി നോക്കൂ. 20 ലക്ഷം ഇൻറ്റു 5 ലക്ഷം കൂട്ടിയാൽ എത്ര കോടി രൂപയാണ് വരിക? 1 ലക്ഷം കോടി രൂപ പ്രതിവർഷം കേരളത്തിന് കിട്ടേണ്ടത് നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനെ കേന്ദ്രം കൊടുക്കുന്നതിനെയൊക്കെ BJP സർക്കാർ തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് 1 ലക്ഷം കോടി കിട്ടുമെന്ന് 1 ലക്ഷം കോടി കിട്ടണമെങ്കിൽ ഈ പറയുന്ന 20 ലക്ഷം പേര് രോഗികളായി ഈ 5 ലക്ഷം വീതമുള്ള പണം അവർ കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. ഇങ്ങനെ കണക്ക് പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ചില കണക്കുകൾ വരുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള കണക്ക് പറയരുത് ദയവ് ചെയ്ത്. കാരണം ആ 1 ലക്ഷം കോടി കിട്ടാൻ കേരളത്തിലെ 20 ലക്ഷം പേരും രോഗികളായി ആശുപത്രിയിൽ കിടന്നാൽ മാത്രം പോരാ, 5 ലക്ഷം വെച്ച് തന്നെ അവർക്ക് കിട്ടുന്ന സാഹചര്യവും ഉണ്ടാവണം. ഒറ്റ കാര്യം ചോദിക്കണം. അല്ല, താങ്കൾ 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ ലംഘിക്കുകയാണ്. ഇത് എന്ത് മര്യാദയാണ്? വർത്താനൊക്കെ എവിടെ പോയി? ഇല്ലില്ല, താങ്കൾക്കാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയം അനുവദിക്കുക. ചർച്ച അവസാനിക്കുമ്പോൾ താങ്കളായിരിക്കും ഏറ്റവും അധികം സംസാരിച്ചിട്ടുണ്ടാവുക. പറഞ്ഞോളൂ. നോ. അല്ലല്ല, ഒറ്റ പോയിന്റ്. 70 വയസ്സിന് മുകളിൽ അസുഖമില്ലാത്ത എത്ര പേരെ താങ്കൾക്ക് കാണിക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു അസുഖമില്ലാത്ത 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എത്ര പേരെ താങ്കൾക്ക് കാണിക്കാൻ പറ്റും? അപ്പോൾ വാദമൊക്കെ ശരിയാണ്, പക്ഷേ ഇതുപോലെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടുണ്ടല്ലോ. കേരളത്തിലെ മീഡിയകൾക്ക് മൊത്തമുള്ള BJP വിരോധമാണ് നിങ്ങളും തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അത്രേ പറയാനുള്ളൂ. ശൈല ടീച്ചറെ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് സംസ്ഥാനത്തിന് ഇതെല്ലാം അനുവദിക്കുന്നുണ്ട്, പക്ഷേ സംസ്ഥാനം ഇതെല്ലാം ലാപ്സാക്കി കളയുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന മട്ടിൽ അതിനെ കണക്കാക്കാൻ കഴിയുമോ? അതായത് ഈ ജയസൂര്യൻ പറയുന്നത് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇയാൾ പറയുന്നൊന്നും ഞാനിവിടെ നിന്ന് കേട്ടിട്ടില്ല. ഇങ്ങനെ പച്ച നുണ പറയാൻ കഴിയുന്ന ഒരാളുടെ കൂടെ ചർച്ചക്കാണെങ്കിൽ നല്ല കണക്കിന് അതേ ഭാഷയിൽ അങ്ങോട്ട് പറയാൻ കഴിയുന്ന ആരെങ്കിലും ആയിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു നുണയാണ് അയാൾ പറയുന്നത്. അദ്ദേഹം അറിയോ ഇവിടെ പറയട്ടെ ടീച്ചർ പറയട്ടെ. ഏത് CAG റിപ്പോർട്ട് 16,000 കോടി ഒരു സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യം. ആരോഗ്യ ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി അന്ന് കേരളത്തിൽ. എന്നോട് JP നഡ്ഡ സാർ അടക്കം വിളിച്ചിട്ട് പറഞ്ഞു ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കേരളം ചേരണം.
ഞങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ച് അത്തവണത്തെ ബഡ്ജറ്റിൽ അത് അവതരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങൾ അന്നേരം എന്താ ചെയ്തത്, നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ അത് എടുക്കാം. കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന ഇൻഷുറൻസിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി നമുക്കതിൽ നിന്ന് അത്ര കിട്ടും. അത് നോക്കിയിട്ട് വേണമല്ലോ സംസ്ഥാനത്തിന് ബാക്കി പ്ലാൻ ചെയ്യാൻ. പക്ഷേ ഞങ്ങളാകെ വല്ലാതായി. കാരണം കേന്ദ്രം പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 18 ലക്ഷം കുടുംബങ്ങൾക്ക് അവരുടെ പ്രീമിയത്തിന് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ 40% തുക കേരളം എടുക്കണം. 18 ലക്ഷം കുടുംബത്തിൻ്റെ 60% തുക ഈ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കും എന്ന് പറഞ്ഞു. ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സാറിനോട് പറഞ്ഞു, സാർ ഞങ്ങളൊരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കാൻ പോവാണ്. ഞങ്ങളുടെ കേരളത്തിൽ 42 ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ 18 ലക്ഷത്തിൻ്റെ 60% തരൂ, അതിൻ്റെ 40% ഞങ്ങൾ എടുക്കണം. ഞങ്ങൾ അതിന് 42 ലക്ഷത്തിൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുടുംബങ്ങളുടെ മുഴുവൻ പ്രീമിയവും കേരളമാണ് അടക്കുന്നത്. കേരളം സാധാരണക്കാരിൽ നിന്ന് വാങ്ങുകയല്ല, കേരളം ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. അത്രയും ഞങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ആയുഷ്മാൻ പദ്ധതി അപ്പടി ഇവിടെ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക? അദ്ദേഹം പറഞ്ഞു, എന്നാലും മാഡം അത് ഒപ്പിടണം, കേരളം ഒപ്പിട്ടിട്ടില്ലെങ്കിൽ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഒപ്പിടാം, പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ട് അത് അവതരിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഏറ്റവും അവസാനമാണ് കേരളം ഒപ്പിട്ടത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് പറഞ്ഞോളാൻ. അങ്ങനെയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ആ കാസ്പിലെ 18 ലക്ഷം കുടുംബങ്ങൾക്കുള്ള 60% ആയുഷ്മാൻ്റെ നേരത്തെ RSBYക്ക് എത്ര തന്നിരുന്നു അതുമാത്രം, അതിൽ കൂടുതലൊന്നുമില്ല. RSBY കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുള്ളൊരു വിഹിതമായിരുന്നു. അതല്ലാതെ കൂടുതലില്ല. ബാക്കിയുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും 100% അതിൻ്റെ അവരുടെ തുകയും കേരള ഗവൺമെൻറ് ഇപ്പോഴും വകയിരുത്തിക്കൊണ്ടാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയുഷ്മാൻ ഭാരതിനോട് ചേർന്നുകൊണ്ട് കാസ്പ് നടപ്പിലാക്കുന്നത്. എന്നാലോ BJPയുടെ ആളുകൾ നാട്ടിലെല്ലാം ഒരു കാർഡ് കൊടുത്തിട്ട് പറയാണ് മോദിയുടെ കാർഡ് ഇൻഷുറൻസ്. എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നതിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇത്ര വൃത്തികെട്ട ഒരു സമൂഹം ഒരു ഗവൺമെൻറ് സ്വീകരിക്കാറില്ല. മന്ത്രിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം എല്ലാം വരുന്നതിന് മുമ്പേ ആർദ്രം മിഷൻ പ്രഖ്യാപിച്ച് കിഫ്ബിയിൽ നിന്ന് പണം വകയിരുത്തി കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജുകൾ, കേരളത്തിൻ്റെ താലൂക്ക് ഹോസ്പിറ്റലുകൾ എത്ര കോടികളാണ് ഞങ്ങൾ വകയിരുത്തിയത്. എത്ര വലിയ ആശുപത്രികളായിട്ടാണ് നമ്മളതെല്ലാം മാറ്റിയത്. ഒരു തവണ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു കത്ത് വന്നത് ഞാൻ ഓർമ്മിക്കുക, നിങ്ങളുടെ ജില്ലാ ആശുപത്രികൾ സ്വകാര്യ നടത്തിപ്പിന് വിട്ടുകൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു മടിയില്ലാതെ ഞങ്ങൾ കത്തെഴുതി, ഞങ്ങൾ കൊടുക്കുന്നില്ല, ഞങ്ങൾ ആശുപത്രികളുടെ സ്വകാര്യവൽക്കരണമല്ല, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നിലനിർത്തി സാധാരണക്കാർക്ക് ഗുണമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ജില്ലാ ഹോസ്പിറ്റലുകൾ നന്നായി പ്രവർത്തിക്കുന്നതാണ്. ചില സംസ്ഥാനങ്ങളിലെല്ലാം ചെന്ന് നോക്കണം ജില്ലാതലത്തിലുള്ള ആശുപത്രിയുടെ സ്ഥിതി എന്താണെന്ന്. ബീഹാറിലും ഉത്തർപ്രദേശിലെല്ലാം ഗ്രാമങ്ങളിൽ നിങ്ങൾ ചെല്ലണം, അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മേലെ കേന്ദ്രത്തിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ടുണ്ട്. അതേതാ ഫണ്ട്? കേരളത്തിന് ഹെൽത്തിൽ തരേണ്ടുന്ന ഫണ്ട് പകുതി പിടിച്ചു വെച്ചിട്ട് ബാക്കി സെൻട്രലി സ്പോൺസേഡ് ആണെന്ന് പറഞ്ഞ് 60% തരുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ആശുപത്രികളെല്ലാം ഇവർ പറയുന്ന പെയിൻ്റ് ഇടണം, കാവിയടിക്കണം, ഇവർ പറയുന്ന പേരെഴുതി വെക്കണം എന്ന് പറയുന്നത് ഏത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്? കേരളത്തിലെ ആരോഗ്യരംഗവും നിങ്ങളെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓരോ ഗ്രാമത്തിലും ചെന്ന് നോക്കുക. ആ ബീഹാറിൽ 350 കുട്ടികൾ ഹൈപ്പോഗ്ലൈസീമ വന്ന് പടഞ്ഞു മരിച്ചത് ഗ്രാമത്തിലൊരു സബ് സെൻറ്റർ പോലും ഇല്ലാഞ്ഞിട്ടാണ്. കുട്ടികളെ തോളത്തിട്ട് 25 കിലോമീറ്റർ ഓടുന്നതിനിടയിലാണ് കുട്ടികൾ മരിച്ചത്. അതാണോ കേരളം? ഈ കേരളത്തിലെ ഓരോ 30 കിലോമീറ്ററിൽ ഒരു 108 ആംബുലൻസ് വിന്യസിച്ചിരിക്കുന്നു. കേരളത്തിൽ ആശുപത്രികളുടെ സ്ഥിതി എന്തായി ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു മടിയില്ലാതെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പേരും പറഞ്ഞ് ഒരു ചെറിയ തുക അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവരുടെ പേരിടണം, മന്ദിർ എന്ന് പറയണം. മന്ദിർ എന്ന് പറയുന്നത് ഹിന്ദുവിനെ പ്രകോപിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ അങ്ങനെ ഈ നാട്ടിൽ ഞങ്ങൾ മതേതരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാ. മതേതരത്വമാണ് കേരളത്തിൻ്റെ മുഖമുദ്ര. ഹിന്ദു പേരെന്നൊന്നും ഞങ്ങൾ എവിടെയും പറയാറില്ല. അതുകൊണ്ട് ഹിന്ദു എന്ന് ധ്വനിപ്പിക്കലാണ് ആഗ്രഹമെങ്കിൽ അത് ഈ നാട്ടിലെ ഹിന്ദുക്കൾ അംഗീകരിക്കില്ല. നന്നായിട്ട് ഹിന്ദുക്കൾ മനസ്സിലാക്കണം. ഈ തട്ടി 16,000 കോടി രൂപയെന്ന് എവിടത്തെ കണക്ക്? പച്ച നുണ വിളിച്ച് പറയുന്ന ആളുകളുടെ കൂടെ ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് തന്നെ അപമാനമാണെന്ന്
മലയാളം ന്യൂസ് ഞാൻ തിരിച്ചു വരാം ടീച്ചർ. ഇപ്പോൾ ലിജു ഇതിന് ഒരു കാര്യം പറഞ്ഞത്, ഇപ്പം ഇന്ന് അശ്വിനി വൈഷ്ണവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു, ഈ ശ്രീധരൻ്റെ ഇപ്പോഴത്തെ പുതിയ DPR തയ്യാറാക്കലും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒക്കെ ആധികാരികമായി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണോ, അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകിയതേയില്ല. അദ്ദേഹം ഇങ്ങനെ മനഞ്ഞിൽ കളിക്കുന്നത് പോലെ എന്ന് പറയാം, ആ രീതിയിൽ വഴുതി മാറുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളയാളാണ് എന്നെല്ലാം പറഞ്ഞതല്ലാതെ ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണോ, ഇത് നമുക്ക് കേരളത്തിന് ഒരു പദ്ധതിയായി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹം ഉത്തരം പറയാൻ കൂട്ടാക്കിയില്ല. പകരം അദ്ദേഹം പറഞ്ഞത് ഈ മലയാളികൾക്ക്, പുറത്തു പോകുന്ന മലയാളികൾക്കൊക്കെ ഗുണം ചെയ്യും ഈ നിലവിലുള്ള എന്താണ് സ്പീഡ് കോറിഡോർ എന്നാണ്. അതായത് ചെന്നൈയിൽ പോകുന്നവർക്കും ബാംഗ്ലൂർ പോകുന്നവർക്കും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈക്ക് പോകാനോ പൂനെക്ക് പോകാനോ അഹമ്മദാബാദിന് പോകാനോ ഒക്കെ ഗുണം ചെയ്യുന്നതാണ് ഈ പദ്ധതി എന്നാണ്. ഒരു കണക്കിന് നോക്കിയാൽ മലയാളി ധാരാളം ഇങ്ങനെ സഞ്ചാരമൊക്കെ നടത്തുന്നവരായതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സത്യത്തിൽ കേരളത്തിൻ്റെ റെയിൽവേ ഭാവി എവിടെയാണ്? യഥാർത്ഥത്തിൽ ബുർജ് ഖലീഫയും ദുബായ് മെട്രോയും ഒക്കെ തന്നെ മലയാളിക്ക് നന്നായി പ്രയോജനം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ശ്രീ അശ്വിനി വൈഷ്ണവന് അതുകൂടെ ഒന്ന് കോട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സിലിക്കൺ വാലിയെക്കുറിച്ചും ഡിസ്നി ലാൻഡിനെ കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് പരാമർശിക്കാമായിരുന്നു. കാരണം ലോകത്തെ ഏത് പ്രവാസി സമൂഹത്തിൻ്റെ കാര്യമെടുത്താലും അവിടെയെല്ലാം മലയാളികളുണ്ടല്ലോ. അപ്പോൾ കാനഡ നടക്കുന്നതും ന്യൂസിലൻഡ് നടക്കുന്നതും അമേരിക്കയിൽ നടക്കുന്ന വികസനത്തിനെല്ലാം മലയാളിക്ക് പ്രയോജനപ്രദമാണ് എന്ന ഒരു രീതിയിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഈ സംസ്ഥാനത്ത് എന്ത് ലഭിക്കുന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഹർഷൻ ചോദിച്ചൊരു ചോദ്യത്തിന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ E. ശ്രീധരൻ. അദ്ദേഹം പാലക്കാട് നിന്ന് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ E. ശ്രീധരൻ്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹം പൊന്നാനിയിൽ പ്രത്യേക ഓഫീസ് തുറക്കുന്നു, അത്തരം പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ BJP സംസ്ഥാന കമ്മിറ്റിയും, കാരണം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ആളല്ലേ, അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമാണ്. പക്ഷെ ഒരു മറുപടിയും നമുക്ക് ലഭിക്കുന്നില്ല. ഈ ശ്രീധരനെ പോലെ രാജ്യം ആദരിക്കുന്നൊരു വ്യക്തിയെ ഇവർ പറഞ്ഞ് കളിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഇതുപോലെ തുറന്നോ, അല്ലെങ്കിൽ BJPയുടെ നിലവിലുള്ള നേതൃത്വം അദ്ദേഹത്തെ വിഡ്ഢിയാക്കുകയാണോ എന്നൊക്കെ അവരാണ് മറുപടി പറയേണ്ടത്. എന്താണെങ്കിലും ഒരു അതിവേഗ റെയിൽ പ്രോജക്റ്റിനായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ നടത്തുന്ന ഒരു കാര്യത്തെ കളിയാക്കാൻ ഞാനില്ല. അദ്ദേഹം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യത്തിലുള്ള നിലപാട് എന്താണെന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒന്നുകിൽ BJP സംസ്ഥാന പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോ ആണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ ആദരണീയനായ ഇന്ത്യയെ സംബന്ധിച്ച് നിരവധി സേവനങ്ങൾ നൽകിയിട്ടുള്ള കൊങ്കൺ റെയിൽവേയുടെ ശില്പിയെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മെട്രോ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശ്രീ E. ശ്രീധരൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല അതിൻ്റെ ശരി. നേരത്തെ പറഞ്ഞ ഒരു ചർച്ചയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ശ്രീ ജയസൂര്യൻ്റെ വാക്ക് പറഞ്ഞോളൂ. ഈ RSBY പോലെയുള്ള പദ്ധതികൾ ശൈല ടീച്ചർ സംസാരിച്ചപ്പോൾ RSBY കുറിച്ച് പറഞ്ഞു. RSBY 2008 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതൊരു തുടക്കമായിരുന്നു. രാജ്യത്താകമാനം ഒരു കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇൻഷുറൻസ് സംവിധാനം തുടരുക എന്നുള്ളതായിരുന്നു അതിൻ്റെ തുടക്കം. 30,000 രൂപയായിരുന്നു അന്ന് ആദ്യ കാലഘട്ടത്തിൽ അത് തുടങ്ങുന്ന സമയത്തെ ഒരു രീതി. കാരണം അന്നത്തെ ചികിത്സാ ചിലവ് അത്രമാത്രമായിരുന്നു. നമ്മൾ പണപ്പെരുപ്പ നിരക്കൊക്കെ നോക്കുമ്പോൾ അന്ന് മതിയാവുമായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ വർദ്ധിച്ച് വന്നിരിക്കുന്നത്. നിലവിൽ പിന്നെ അതോടൊപ്പം തന്നെ NHM നാഷണൽ ഹെൽത്ത് മിഷനും ആരംഭിച്ചത് UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്താകമാനം ഒരു മികച്ച ആരോഗ്യ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള ഒരു അവകാശമായി മാറിയത് ആ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു ഔദാര്യം പോലെയാണ് ഈ BJP സർക്കാർ പറയുന്നത്. BJPയുടെ വക്താക്കൾ സംസാരിക്കുന്നതും BJPയുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതൊക്കെ ഒരു ഔദാര്യം പോലെ, ഇതൊക്കെ ഒരു അവകാശമാണ്. ശ്രീ ജയസൂര്യൻ, രാജ്യത്താകമാനം ആരോഗ്യ ഇൻഷുറൻസ്, ആരോഗ്യവും വസ്ത്രവും പാർപ്പിടവും ഈ രാജ്യത്തെ മനുഷ്യൻ്റെ ഒരു മനുഷ്യാവകാശമാണിത്. അതിനൊക്കെ ഇങ്ങനെ കണക്കെടുത്ത് പറയുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. നിങ്ങൾ കേരളം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ വന്നു, ഞങ്ങളെല്ലാം പോയി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലൂടെ നിർദ്ദേശം കൊടുത്താൽ അതിനോടൊക്കെയുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികരണം എന്ത്, അതാണ് വ്യക്തമാക്കേണ്ടത്. കേരളം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം നിങ്ങൾ അനുവദിക്കാൻ തയ്യാറാകുന്നുണ്ട്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 2500 കാവി ലഡു എന്തിനാണ് വാങ്ങിയത്? എനിക്കറിയില്ല, ഞാൻ പത്രത്തിൽ വായിച്ചുള്ള അറിവാണ്, മാധ്യമങ്ങൾ വായിച്ചുള്ള അറിവാണ്. നിങ്ങൾ മുഴുവൻ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി
2500 കാവി ലഡു വാങ്ങി, കുറേ പടക്കവും ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു അത്? എന്താ ആ ലഡു പിന്നെ വിതരണം ചെയ്യാനിരുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു? അതറിയാനുള്ള അവകാശം കേരളത്തിനില്ലേ? അതോ അവിടെ ഇരുന്ന ആളുകൾക്ക് മുഴുവൻ പേർക്കും വിതരണം ചെയ്യാൻ ഞങ്ങളൊരു ഇച്ചിരി ലഡു കൂടി വാങ്ങിയതാണ് എന്നാണോ നിങ്ങളുടെ ഒരു താല്പര്യം? റൈറ്റ്. ലിജു, ഞാൻ അദ്ദേഹത്തിലേക്ക് പോട്ടെ. ശ്രീ ജയസൂര്യൻ, ഇതിനകത്ത് താങ്കൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാം. പക്ഷേ ഒരു കാര്യം, ഈ കാര്യം ഈ ശ്രീധരൻ അവിടെ ഒരു ഓഫീസ് ഇന്നിപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ പഴയ കുറേ BJP നേതാക്കന്മാരുണ്ടായിരുന്നു. മുമ്പ് DMRCയിൽ നിന്ന് മുമ്പ് റിട്ടയർ ചെയ്ത കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ലിജുവിൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട് ലിജു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാനോ പരിഹസിക്കാനോ ഒന്നും തയ്യാറല്ല എന്ന്. അത് സമ്മതിക്കാം. പക്ഷേ നമുക്ക് മുന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ തവണ നേരിട്ടയാളാണ്. മാത്രമല്ല, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി അടക്കം വന്ന സമയത്ത് അദ്ദേഹം അതിന് എതിർപ്പായിരുന്നു നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ പദ്ധതി ഏത് തരത്തിലാണ് ഇപ്പോൾ നടപ്പാവുന്നതെന്നും ആ പദ്ധതിയിലെ പങ്കാളിത്തം എങ്ങനെയാണ് BJP അവകാശപ്പെടുന്നത് എന്നതുമെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, അദ്ദേഹം ഇങ്ങനെ ഒരു ഓഫീസുമായി അതിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് എന്ന് പറയുന്നു. അതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം BJPക്കില്ലേ? ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സംസ്ഥാന BJP നേതൃത്വം എന്താണ് ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? അദ്ദേഹം ആര് ചോദിച്ചാലും പറയുന്നത് അദ്ദേഹം മഹാനാണെന്നാണ്. അദ്ദേഹം മഹാനാണ്, നമ്മളെല്ലാവരും ഇത് സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നം എന്തിനാണ് ഇപ്പോൾ അവിടെ ആ ഓഫീസ് തുറന്നിരിക്കുന്നത്? അത് കേരളത്തിന് നൽകുന്ന പ്രതീക്ഷകൾക്കൊപ്പം നിങ്ങൾ ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെ റെയിൽവേ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ എല്ലാവരും കണ്ണടയ്ക്കുന്ന ഒരു വസ്തുതയുണ്ട്. കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ വികസിപ്പിച്ചു കഴിഞ്ഞു. പലതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പോലെയാണോ, റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ പോലെയാണോ? ഇന്ന് കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിൽ കേരളത്തിലെ 35 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പൻ പുരോഗതി, ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയല്ലേ? അതുപോലെ തന്നെ 121 ഫ്ലൈ ഓവറുകൾ കേരളത്തിലുണ്ടായി. ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ 100% റെയിൽവേ പാതയും ഇലക്ട്രിഫിക്കേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യവും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വമ്പൻ പുരോഗതികളെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇവിടെ കേന്ദ്രം ഒന്നും തരുന്നില്ല റെയിൽവേയുടെ കാര്യത്തിൽ എന്ന് പറയുന്നു. ഇപ്പോൾ 18,042 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റെയിൽവേ മേഖലയിൽ മാത്രം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. 18,042 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയല്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വികസനത്തിന് ഇത്രമാത്രം വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ റെയിൽ പദ്ധതി എവിടെ പോയി എന്ന് നമുക്കറിയാമല്ലോ. സംസ്ഥാന ഗവൺമെൻറ് തന്നെ അത് പിൻവലിച്ചു. അപ്പോൾ കേരളത്തിന് ബദലായിട്ടുള്ള ഒരു റെയിൽവേ സംവിധാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു ക്രിയാത്മക പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? അല്ല, പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഞാൻ ഇടപെട്ട് ഒരു സംശയം ചോദിച്ചോട്ടെ. അദ്ദേഹം നടപ്പാക്കുന്ന പദ്ധതിയെക്കുറിച്ച്, അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നതല്ലാതെ അത് ഓൺ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല, BJP സംസ്ഥാന നേതൃത്വം തയ്യാറാവുന്നില്ല. അതേസമയം സംസ്ഥാന സർക്കാർ മറ്റൊരു പദ്ധതിയുടെ കാര്യം പറയുന്നുണ്ട്. അത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെയാണ് എന്നും ആധികാരികമായി അവർ പറയുന്നുണ്ട്. ഇതിലേതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിന്തുണയുള്ള പദ്ധതി? കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏത് നല്ല പദ്ധതി കൊണ്ടുവന്നാലും അതിനെല്ലാം ഞങ്ങളുടെ പിന്തുണയുണ്ട്. അതിൽ ഇന്ന പദ്ധതി ഞങ്ങളുടെ, മറ്റേ പദ്ധതി അവരുടെ എന്ന വ്യത്യാസമില്ല. റെയിൽ തള്ളിക്കളഞ്ഞത് BJP ഒറ്റയ്ക്കല്ലല്ലോ. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പുറത്തിറങ്ങി സമരം ചെയ്തിട്ടാണല്ലോ റെയിൽ തള്ളിക്കളഞ്ഞത്. അല്ലാതെ BJP അല്ലല്ലോ റെയിൽ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ വികസനത്തിന് വേണ്ടി പിണറായി വിജയൻ കൊണ്ടുവരുന്ന കാര്യം നല്ല കാര്യമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും. റെയിൽവേ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ VD സതീശൻ കൊണ്ടിരുന്നതാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും. ആര് കൊണ്ടുവന്നാലും അതിനെ പിന്തുണയ്ക്കും. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കൂടെ BJP ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 3 വന്ദേ ഭാരത് കൊണ്ടുവന്നു, ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? 3 അമൃത ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു, ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? അപ്പോൾ ആരും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് BJPയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര വികസനം അത് ഏതു മേഖലയിലാണെങ്കിലും കൊണ്ടുവരാൻ BJP ഉണ്ടായിരിക്കും. അതുകൊണ്ട് BJP കേരളത്തിൻ്റെ റെയിൽവേ വികസനം എന്ന് മാത്രമല്ല എല്ലാവിധ വികസനത്തിൻ്റെ മേഖലയിലും ഏത് കാര്യത്തിനും ഓൺ ചെയ്യുകയും ചെയ്യും, കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് അവതരിപ്പിച്ച് കിട്ടിയിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ
നേരത്തെ പറഞ്ഞ ആമമുട്ട എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നുകൊണ്ട് പറയുകയാണ്, ആനയേക്കാൾ വലിയ ആനകളായിട്ട് നിരവധി പദ്ധതികൾ കേരളത്തിന് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ കേരളത്തെ എടുത്ത് ഉയർത്തി കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരള ബഡ്ജറ്റ് നടത്തുമ്പോൾ ന്യൂസ് മലയാളത്തിന് തൻ്റെ ഇടമുണ്ടോ ജില്ല തിരിച്ചൊന്ന് ചർച്ച ചെയ്യാൻ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നല്ലോ. ആ ന്യൂസ് മലയാളത്തോട് ഞാൻ ചോദിക്കുകയാണ്, ആലപ്പുഴയ്ക്ക് കിട്ടിയില്ല, കൊല്ലത്തിന് കിട്ടിയില്ല, ഇടുക്കിക്ക് കിട്ടിയില്ല, വയനാടിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച സംഘടിപ്പിക്കാൻ തയ്യാറുണ്ടോ? എന്താ തയ്യാറില്ലാത്തത്? അപ്പോൾ കേരള ബഡ്ജറ്റ് വരുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തമാണ്, അഖിലേന്ത്യാ ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഈ നെറേറ്റീവ് ഉണ്ടല്ലോ, അത് ആൻറ്റി BJP പബ്ലിസിറ്റിക്ക് വേണ്ടി തന്ത്രപരമായിട്ട് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. ഇതൊരിക്കലും പത്രമാധ്യമമല്ല, പത്രധർമ്മമല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കട്ടെ, ഇത് യൂണിയൻ ഓഫ് സാറ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റിന്റെ ബജറ്റ് ഉണ്ട്, സെൻട്രൽ ബജറ്റ് ഉണ്ട്. ആ മട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ. അല്ലാതെ ജില്ല തിരിച്ച് വേറെ ബജറ്റ് വേറെ ഒന്നും വരാനില്ല. അത് ഈ സംസ്ഥാനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ജില്ല തിരിച്ച് നോക്കിയാലും സംസ്ഥാനത്തിന് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ കാര്യത്തിലും മാധ്യമങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോന്നും കൃത്യമായി അവതരിപ്പിക്കണമെന്നുള്ള നിലപാടുകാർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താണ്? ഇത് ഭരണഘടനാ അനുസൃതമായ പങ്കാളിത്തം സംസ്ഥാന സർക്കാരിന് ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ആ അവകാശം അംഗീകരിക്കാനുള്ള ബാധ്യത യൂണിയൻ ഗവൺമെൻറ്റിനുണ്ട്. അത് യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നുള്ളിടത്ത് സംസ്ഥാനം ഒറ്റക്കെട്ടായി ആ പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശൈലജ ടീച്ചർ, ഇതിപ്പോൾ ഒരു വിവാദപരമായ മറ്റൊരു തലത്തിലേക്ക് കൂടിയാണ് ആകെ കിട്ടിയ പദ്ധതി പോകുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്, ധാതുക്കളുടെ ഖനനവുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അത് സംസ്ഥാനം പ്രഖ്യാപിച്ച ഒരു പദ്ധതി മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ധാതുക്കൾ കടത്തിക്കൊണ്ടുപോകാൻ ഒരു ഗൂഢാലോചനയാണോ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ ആരോപിക്കുന്ന സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്, ഈ കടലാമകളെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ രണ്ട് പദ്ധതികളും ആത്യന്തികമായി കേരളത്തിൻ്റെ തീരത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കുന്ന തരത്തിലായിരിക്കുമോ ഡിസൈൻ ചെയ്യപ്പെടുക എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ സംശയം ഉണ്ടോ? ആർക്കാണതിൽ സംശയമില്ലാത്തത്? അത് വരുന്ന നാളുകളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരും. ഈ ഇടനാഴിയുണ്ടല്ലോ, റെയർ എർത്തുമായി ബന്ധപ്പെട്ടത്, കേരളത്തിൽ റെയർ എർത്തിൻ്റെ നല്ല നിക്ഷേപമുണ്ട്. വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ സുരക്ഷാ സൗകര്യങ്ങളുമുള്ള മാർഗങ്ങളിലൂടെ അത് ഖനനം ചെയ്യാൻ കേരളത്തിന് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ, പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് കേരളം ആലോചിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആലോചന നടക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് മറ്റൊന്നുമില്ലാതെ, നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതിയും പ്രഖ്യാപിക്കാതെ ഈ റെയർ എർത്ത് ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള ചൂഷണമല്ലാതെ കേരളത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാവാനുള്ള പദ്ധതിയാണെന്ന് കരുതുന്നുണ്ടോ? വമ്പിച്ച മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് തള്ളി കേരളത്തിൻ്റെ സമ്പത്ത് ഊറ്റിയെടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത് ശരിയാണെന്ന് ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കടലാമകളുടെ പ്രജനനമൊക്കെ നടക്കണം. അതൊരു വലിയ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള വലിയൊരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവരേണ്ടതില്ല. അതിന് സംരക്ഷണം നൽകാനുള്ള തുക സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്താൽ സംസ്ഥാന ഗവൺമെൻറ്റിന് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാതെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രോജക്റ്റായിട്ട് അത് എടുക്കണമെന്നില്ല. പരിസ്ഥിതി സംരക്ഷണവും ഇത്തരത്തിലുള്ള ജീവികളുടെ സംരക്ഷണവും പ്രധാന ഘടകമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നികുതി പണം കിട്ടണം, നമ്മുടെ പദ്ധതി വിഹിതം കിട്ടണം. ഇനി നോക്കൂ, വന്യജീവികളുടെ ഈ ജയസൂര്യ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ കോടീൻ്റെ കണക്കൊന്നും നല്ല നിശ്ചയമില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. 97 കോടി ചെയ്ത് തന്നു. 97 കോടി കൊണ്ട് അതിർത്തിയിൽ കിലോമീറ്ററുകൾ വനവുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ വന്യജീവി സംരക്ഷണം ഉറപ്പാക്കാൻ 90 കോടി എന്തിനാണ് തികയുക? പണ്ട് ഈ ഹെൽത്ത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിൽ 92 കോടി തന്നിട്ട് അതെല്ലാം കേന്ദ്രം തന്നതാണെന്ന് പറഞ്ഞിരുന്നു. 92 മാത്രമല്ല, 92,000 കോടി ഉണ്ടായാലും പൂർത്തിയാവില്ല. കേരളം എടുത്തിട്ടാണ് 800 ആശുപത്രികളിൽ ഈ ഹെൽത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഇപ്പോഴും ബാക്കിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1000 കോടിയാണ് വന്യജീവി സംരക്ഷണത്തിന് ചോദിച്ചത്. 1000 കോടി തന്നോ? നിങ്ങൾ നോക്കുക, വയനാട് ദുരന്തമുണ്ടായിട്ട് പുനരധിവാസത്തിന് എന്താ നോംസ്? സാധാരണ തരുന്ന പദ്ധതി വിഹിതത്തിന് പുറമെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ, വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായാൽ മുഴുവൻ തുകയും കേന്ദ്രം കൊടുക്കണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ മണിപ്പൂർ, നാഗാലാൻഡ്, ഇവിടെയൊക്കെ മേഘാലയയിലൊക്കെ MLA കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പോയിരുന്നു.
അവിടെ ഉരുൾപൊട്ടൽ നിയന്ത്രിക്കാൻ 20,000 കോടി നീക്കി വെച്ചു. കാരണം അവിടെ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോൾ ആ കോൺഗ്രസ്സുകാരെ എല്ലാം തരം മാറ്റിയിട്ട് BJPയുടെ ഗവൺമെൻറ് അവരോധിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു സമ്മാനമായിട്ട് കൊടുത്തു. കേരളത്തിന് 5 കോടി ഉറുപ്പ്യ തന്നു. നമ്മളല്ലേ പുനരധിവാസം ചെയ്യുന്നത്? എന്തോ ഒരു വൃത്തികെട്ട സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്. കോടികളുടെ കണക്കെല്ലാം ഇവിടെ കേരളത്തിലെ ബഡ്ജറ്റിൽ എല്ലാ ജില്ലകളിലും എന്താണെന്നുള്ളത് ചർച്ച ചെയ്യാൻ 100 വട്ടം തയ്യാറാണ്. കേരളത്തിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എല്ലാ ജില്ലകൾക്കും ഉണ്ട്. അങ്ങനെ ജില്ല പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഈ ശൃഗാല തന്ത്രം വിലപ്പോവില്ല. കേട്ടില്ലേ? മതം പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വിലപ്പോ. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. അയ്യപ്പൻ്റെ പേര് പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ശബരിമല ശ്രീ അയ്യപ്പനോട് ഭക്തിയല്ലേ ഇവർ പ്രകടിപ്പിക്കുന്നത്? കപടഭക്തിയല്ലേ അത്? ആ ശബരിമല പാതയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തായിരുന്നില്ലേ? അതിനൊരു തുക തരായിരുന്നില്ലേ? നിങ്ങൾ തന്നില്ലെങ്കിലും ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ ആ റെയിൽപാളം ഉണ്ടാക്കും. ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവ് അതിൻ്റെ പണി പൂർത്തിയാക്കുമെന്നും അതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുമുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം ലിജുവിലേക്ക്. ലിജു, ഇതിൽ ഒരു ഇപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഒരു കാര്യവും 1.92% ആയിരുന്ന ഡിവിസിബിൾ പൂൾ വീതം 2.38 ആക്കി എന്നതാണ്. അത് വളരെ പോസിറ്റീവായുള്ള ഒരു മാറ്റമായാണ് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഒരു 6,500 കോടി രൂപ സംസ്ഥാനത്തിന് അധികം കിട്ടുമെന്നും. പക്ഷേ ആ സമയത്ത് കേരളത്തിൻ്റെ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എടുത്തു കളഞ്ഞു. അതായത് ഏതാണ്ട് 7,000-8,000 കോടി രൂപ വരും. അപ്പോൾ അതായത് ആത്യന്തികമായി ഇത് കണക്ക് കൂട്ടുമ്പോൾ 10,000-1,500 കോടി രൂപയുടെ നഷ്ടം അവിടെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അഡീഷണലായി ഇതാ ഞങ്ങൾ അനുവദിച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യവും അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്. നമുക്ക് മുൻപ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് ഏകദേശം 53,000 കോടി രൂപ GST ഉൾപ്പെടെ അന്നത്തെ സമയത്ത് നടപ്പിലാക്കുന്ന സമയത്ത് 53,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് മുതൽ സംസ്ഥാനം ആവശ്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഇവിടെ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരെ നേരിട്ട് കണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിന്ന് KPCCയുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഉൾപ്പെടെയാണ് അന്ന് അവിടെ പോയത്. നമ്മളെല്ലാം ആവശ്യപ്പെട്ടൊരു കാര്യം, അതായത് ജനസംഖ്യാനുപാതികമായിട്ടാണ് മുൻപ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്ന പെർസെൻറ്റേജ് അനുസരിച്ചല്ല ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യ കുറച്ച സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതവും കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവായ രാജ്യത്തിന് അനുകൂലമായ ഒരു പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടായി. അതേസമയം തന്നെ പോപ്പുലേഷൻ വൈസ് കണക്ക് കൂട്ടിയപ്പോൾ പല സംസ്ഥാനങ്ങൾക്കും പോപ്പുലേഷൻ പോളിസിയെ ഫലപ്രദമായി നടപ്പാക്കാത്ത പല സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഉയർത്തണമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ഇപ്പോൾ ഏകദേശം 2.38% കേരളത്തിനുള്ള നികുതി വിഹിതമായിട്ട് നൽകുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ മറ്റ് ഗ്രാൻറ്റുകൾ കേരളം പോലെ സംസ്ഥാനങ്ങളുടെ ഈ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളം സ്വീകരിച്ച നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഗ്രീൻ ഫോറസ്ട്രി, അന്നത്തെ നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഗ്രീൻ ഗ്രാൻഡ് നമുക്ക് നൽകണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ അന്ന് അരവിന്ദ് പനഗാരിയയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും തന്നെ കേന്ദ്രം ഫലപ്രദമായി പരിഗണിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് പരിഗണിക്കാത്ത വിഷയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തെ കേന്ദ്രം അവഗണിച്ചോ എന്ന ചോദ്യത്തിന് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം നൽകിയത് 78%. എതിർത്തവർ 15%, അഭിപ്രായമില്ല എന്ന് രേഖപ്പെടുത്തിയത് 7%. നിസ്സംശയം കേരളത്തെ കേന്ദ്ര ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് BJPക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം അതും ചെറുതായിരിക്കില്ല. ഈ തക്കം നോക്കി BJP വിരുദ്ധ രാഷ്ട്രീയം ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം. ഇതിൻ്റെ വോട്ട് ഗുണത്തേക്കാൾ പ്രധാനമാണ് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായ ഒരു നിലനിൽപ്പ്. കേന്ദ്ര സഹായം ഇല്ലാതെ എങ്ങനെ കേരളത്തിൻ്റെ അതിജീവനം സാധ്യമാകും? ക്ഷേമ വികസനത്തിൻ്റെ തുടർച്ച എങ്ങനെ ഉണ്ടാവും? ഇതാണ് യൂണിയൻ ബജറ്റ് ബാക്കിയാക്കുന്ന ചോദ്യം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും, ശ്രീ ശൈല ടീച്ചർക്കും ലിജുവിനും ജയസൂര്യനും നന്ദി. തൽക്കാലം നമ്മളിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്.